കർണാടക സംസ്ഥാനം വിഭജിച്ചുകൊണ്ട് മറ്റൊരു സംസ്ഥാനം കൂടി രൂപീകരിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. നോർത്ത് കർണാടകയിലെ 15 ജില്ലകൾ ചേർത്ത് പുതിയ സംസ്ഥാനം രൂപീകരിക്കണം എന്നാണ് ആവശ്യം. കോൺഗ്രസ് എംഎൽഎയായ ഭരം ഗൌഡ എന്ന രാജു കാഗെയാണ് വിഷയം വീണ്ടും എടുത്തിട്ടത്. നേരത്തെ നോർത്ത് കർണാടകയിലെ BJP നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവർക്ക് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജു കാഗെ കത്തയച്ചു. നോർത്ത് കർണാടക സമരസമിതി പുതിയ ആസ്ഥാനം ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി വരികയുമാണ്. അതിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് MLA പ്രഖ്യാപിക്കുകയും ചെയ്തു. കഗ്വാഡ് MLAയാണ് രാജു കാഗെ. ബീദാർ, കലബുർഗി, വിജയപുര, യദ്ഗിർ, ബഗൽകോട്ട്, ബലഗാവി, ദർവാസ്, ഗഡക്, കൊപ്പൽ, റയാച്ചൂർ, ഉത്തര കന്നഡ, ഹാവേരി, വിജയനഗര, ബല്ലാരി, ദേവനഗര തുടങ്ങി 15 ജില്ലകൾ ചേർത്ത് പുതിയ സംസ്ഥാനം വേണമെന്നാണ് മേഖലയിലെ പ്രധാന ആവശ്യം. വികസനമില്ലായ്മയും പിന്നോക്കാവസ്ഥയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മേഖലയിലെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പുതിയ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാനാണ് രാജു കാഗെ. മേഖലയിൽ വികസനം ഇല്ലാത്തതിൽ സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മതിയായ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നും ഭീഷണി മുഴക്കി. പുതിയ സംസ്ഥാനം രൂപീകരിച്ചാൽ കന്നഡ സംസാരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ നിലവിൽ വരുമെന്നും രാജു കാഗെ പറയുന്നു. കഴിഞ്ഞ ജനുവരിയിലും രാജു കാഗെ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തുകൾ നൽകിയിരുന്നു. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകണം എന്നാണ് രാജു കാഗെ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2022-ൽ സമാനമായ ആവശ്യം BJP നേതാവും അന്നത്തെ മന്ത്രിയുമായ ഉമേഷ് കാട്ടി ഉന്നയിച്ചിരുന്നു. നോർത്ത് കർണാടക പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. വിഷയം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നും ഉമേഷ് കാട്ടി പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗശേഷം ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് തെലങ്കാന. 2014-ൽ ആന്ധ്രാപ്രദേശ് വിഭജിച്ചുകൊണ്ടാണ് തെലങ്കാന രൂപീകരിച്ചത്. നേരത്തെ അവിഭക്ത ആന്ധ്രയുടെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദിനെ വിഭജനശേഷം 10 വർഷത്തേക്ക് 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി തീരുമാനിച്ചു. ഇപ്പോഴും ആന്ധ്രയ്ക്ക് പുതിയ തലസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അമരാവതിയാണ് പരിഗണനയിലുള്ളത്. സമാനമായ രീതിയിൽ കർണാടക വിഭജിച്ചു കഴിഞ്ഞാൽ രൂപീകരിക്കുന്ന 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി ബംഗളൂരു കുറച്ചുകാലം നിലനിർത്താമെന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്.